ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഇന്ന് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. ജൂണി കഴിഞ്ഞിട്ട് ടൈം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇന്ന് തന്നെ ഇതിലുള്ള ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. കാരണം എനിക്ക് സമയമില്ല. പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എൻ്റെ സൗണ്ട് ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്താ UK വെച്ചിട്ടുള്ള ആദ്യത്തെ വ്ളോഗായിരിക്കും ഇത്. കാരണം എല്ലാ വ്ളോഗും കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ട്. ഇതിൻ്റെ ചെറിയ വ്ളോഗായിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. എന്തെടുക്കുന്ന അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം നാട്ടിലത്തെ പോലെ കുറേ മോഡൽസൊന്നും എനിക്ക് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇതിനിടാൻ പറ്റിയതൊന്നും. ഇപ്പം ഞാൻ സൗത്ത് ഹോളിൽ പോയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം സൽവാർ മോഡൽ എന്തെങ്കിലും എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ വന്നിട്ട് സൽവാറിൽ ഞാൻ അധികവും അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഫുള്ളല്ല, എന്നാലും അവിടെ പോയി നോക്കിയിട്ട് ഇഷ്ടമായില്ലെങ്കിൽ വേറൊരു ഷോപ്പും കൂടി ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ ഇന്ന് എടുക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ ഐലാഷ് ചെയ്യാൻ വേണ്ടി വന്ന് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ചെയ്തേക്കാം. Potato, spinach. പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി. ഇവിടെ മഴയായി. മഴയായപ്പം ഐലാഷസ് പോകാൻ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ പള്ളിയിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നോമ്പെടുക്കാണ്ട് പള്ളിയിലേക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഐലാഷ് വീട്ടിലേക്ക് പറഞ്ഞ് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഡ്രസ്സ് വാങ്ങിച്ചു. 2 ഡ്രസ്സ് എടുത്തു. എനിക്ക് വലുതായിട്ട് ഇഷ്ടമായിരുന്നില്ല. എന്നാലും ഏതെങ്കിലും ഒന്ന് നോക്കിയിട്ടിടാം. എന്താ വാങ്ങിച്ചേ? എൻ്റെ ഫ്രണ്ടിൻ്റെ അത് പിന്നെ ഈദ് ഷോപ്പിംഗ് അല്ലേ? ഫ്രണ്ടിൻ്റെ ഈദ് ഷോപ്പ്. ഇങ്ങോട്ട് നോക്ക്. ഇതിൻ്റെ വ്ളോഗിലേക്ക് ഞാൻ വ്ളോഗും തുടങ്ങി. നീ ഒന്നേ എടുക്കുന്നുള്ളൂ? നീ എടുക്കട്ടെ? വേണ്ട വേണ്ട, ഒന്നും കൂടെ എടുക്കണേ എന്നൊക്കെ സ്റ്റിലാക്കി ചോദിക്കണേ. എന്റെ ഒരു ആക്രിമോന്തല്ല ഞാൻ ഇൻസ്റ്റയിലിട്ടു. കാരണം ഞാൻ വർത്താനം പറയണ മുഴുവൻ എടുത്തിട്ടുണ്ട്. ട്രെയിന് പോലെ സ്റ്റോറി ഇട്ടിക്കണ്. ഓള് എന്താ പറയാ ഇനി മറ്റേത് എന്തേലും പറയാ. എങ്ങനെയുണ്ട് പെരുന്നാള്? പക്ഷെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നോമ്പ് അടിപൊളിയാണ്. നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ നോമ്പുറപ്പിക്കല് അത് സൂപ്പറായിന്. കിട്ടി പറഞ്ഞു. എല്ലാരും ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞോന്ന്. എന്റെ എല്ലാ ഫാൻസിനോട് വലിയൊരു ഹായ്. കല്യാണം കഴിഞ്ഞില്ല, 22 വയസ്സ്, പഠിക്കുന്നു, MBA. ഓളെ കുട്ടി അറിയുന്നത് നല്ല ഒരു കുട്ടിയല്ല, 2 കുട്ടികളുണ്ട്, ട്വിൻസാ. ഹലോ, അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. ഇനി ഈദ് ഡേ ആണ്. എല്ലാ വ്ളോഗും കൂടി എല്ലാ വീഡിയോസും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് ഹെന്നായിട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിലെ ബിബിയാണ് ഇത്. ഇവിടുത്തെ ഒരു മെഹന്തി എനിക്ക് ഇഷ്ടമായില്ല. അതിട്ടിട്ട് എനിക്ക് നല്ല ഇച്ചിങ്ങൊക്കെ ആയി. മെഹന്തി ഇടുന്ന വീഡിയോ കുറച്ചെടുത്തിനെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല.
ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം. കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചാണ്. വളയുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ. പിന്നെന്താണ്, ഓ ഓക്കെ ഓക്കെയാണ്. തുടങ്ങിക്കോ. പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഈദിൻ ലണ്ടൻ. ഇതിൽ ലണ്ടൻ ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് പാച്ചീനെ കിട്ടി. സൗണ്ടില് പറയ്. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് പാച്ചീനെ കിട്ടി. പറഞ്ഞു അറിയിപ്പിക്കുന്നല്ല. ബാക്കി പറ. പറഞ്ഞായിരുന്നു. അടിപൊളിയായിരുന്നു. ആ നോക്കൂല. എന്തായാലും നോക്കൂല. നിനക്കറിയാം. ബാക്കി പറഞ്ഞോ. നല്ല ദിവസമായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ ഫുഡ് നല്ല ഫുഡായിരുന്നു. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതായിരുന്നു ആയിഷ് ഫുഡ്സിൽ. നമുക്ക് കൃത്യം 2 o'clock നമുക്ക് നമ്മുടെ ഫുഡ് എത്തി. നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു, ചിക്കൻ ബിരിയാണി. നമുക്ക് ചിക്കൻ ബിരിയാണി തന്നെ കറക്റ്റ് 2 o'clock കിട്ടി. അപ്പൊ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു, ആർക്കും ഫുഡ് വേണമെങ്കിൽ ആയിഷ് ഫുഡ്സിൽ. എന്തിനാണ്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അടുത്ത പറ. പിന്നെന്താ? ഇല്ല, കട്ടയില്ല. ഒന്നും കട്ടയില്ല. ഫുള്ള് എനിക്ക് ഫുള്ള് ഇത് വേണം. എന്താണ് അല്ല, ഇത് ഇട്ടോ അല്ല പറഞ്ഞോ. ഇത് ഇത്രേ വരുള്ളൂ. പറ. എന്ത് പറയാനാണ്? പാച്ചിനോട് നമ്മൾ കുറെ സ്റ്റേ അടിക്കാൻ വേണ്ടി പാച്ചി നിക്കാതെ നിക്കൂല. കാരണം എന്താണ്? പാച്ചിന് ചെക്കൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ആ ശരി. എന്നാ ബാക്കി പറ. ബാക്കി എന്താ ആനമുട്ട പറയാനെങ്കിൽ പോയാ ഇത്രേ ഉള്ളൂ. പിന്നെ വണ്ടി പഞ്ചറായ അതൊക്കെ പറ. ഓ നമ്മള് 7 Sisters പോയി. തിരിച്ചു വന്ന പോയിക്ക് നമ്മുടെ കാറിന്റെ ടയറ് പഞ്ചറായി പോയി. ഫോട്ടോ എടുത്തിട്ട് പറ. ഓ ഫോട്ടോ അതല്ല, എറേസ് ആയിപ്പോയ അതാണ്. ഇഷ്ടംപോലെ ഫോട്ടോ പോയി. എന്താ പറയാ, അറിയാതെ നിക്കയില് ഫുള്ള് അങ്ങനെ തന്നെ പോയി. അതുകൊണ്ട് നമ്മൾ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇൻസ്റ്റാഗ്രാം ഫുള്ള് റീൽ തന്നെ ആയിരിക്കും. ഒരു രസമില്ലാത്ത മാത്രം ഇപ്പൊ എന്റെ ഫോണിലുള്ളതുകൊണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് 7 Sisters ഞങ്ങളുടെ സമ്മതത്തോടെ താല്പര്യത്തോടെയും അല്ല, അതൊക്കെ സ്വന്തമൊക്കെ ചെയ്യുന്നതാണ്. സോങ് സെലക്ട് ആക്കുന്നത് എന്റെ മാത്രം ഇഷ്ടത്തിനാണ്. അതെ. കഴിഞ്ഞോ? നമുക്ക് മറ്റാളെ കാണിച്ചാലോ. ഹായ് പൂജ.